നാഷണൽ ഹെറാൾഡ് കേസിൽ കോടികളുടെ അഴിമതി നടത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും അമ്മ സോണിയാഗാന്ധിയെയും പിന്തുണച്ചുകൊണ്ട് ഇന്ത്യ സഖ്യത്തിലെ സഖ്യകക്ഷികളായ CPM-ഉം DMK-യും രംഗത്ത് വന്നിരിക്കുകയാണ്. ED-യുടെ കുറ്റപത്രം ലജ്ജാകരമാണ് എന്നാണ് DMK വാദിച്ചത്. അതുപോലെ തന്നെ CPM നേതാവിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: തങ്ങൾക്ക് വഴങ്ങാത്ത പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് BJP തുടർച്ചയായി കടന്നാക്രമണങ്ങൾ നടത്തുകയാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇരുവർക്കുമെതിരെ ED കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നതും. എന്നാൽ എവിടെയൊക്കെ ED നടപടി ഉണ്ടാകുന്നുവോ അവിടെയെല്ലാം തന്നെ BJPയുടെ മേൽ പഴി ചാരാനാണ് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ ശ്രമം നടത്തുന്നതും. എന്നാൽ ഇവർ ചെയ്ത അഴിമതിയുടെ കഥകൾ ഒന്നും തന്നെ പുറം ലോകം അറിയാതെ മറയ്ക്കാനും ഇവർ ശ്രമിക്കാറുണ്ട്. കോൺഗ്രസ് പാർട്ടി അഴിമതിയുടെ പാഠശാലയാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസം BJP വിമർശിച്ചതും. കോൺഗ്രസ് നേതാക്കൾക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷിയായ DMK സോണിയയ്ക്കും രാഹുലിനുമെതിരായ ED കുറ്റപത്രം ലജ്ജാകരമായ രാഷ്ട്രീയ പകപോക്കലാണ് എന്നതാണ് അത് അനുവദിക്കാനാകില്ല എന്നാണ് DMK ട്രഷററും പാർലമെന്ററി പാർട്ടി നേതാവുമായ TR ബാലു MP പറഞ്ഞത്. കോൺഗ്രസിന്റെ ജനവിരുദ്ധ നയങ്ങൾ അഹമ്മദാബാദിൽ നടന്ന AICC സമ്മേളനം തുറന്നു കാണിച്ചതിനെ തുടർന്നുള്ള പരിഭ്രമമാണ് ഇതിനു പിന്നാലെയെന്നാണ് ബാലു അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതുപോലെ റായ്പൂരിൽ AICC സമ്മേളനം നടന്നതിന് പിന്നാലെയും ED റെയ്ഡുകൾ ഉണ്ടായിരുന്നതായും കാര്യം അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വഖഫ് ബിൽ ഉൾപ്പെടെയുള്ള വിഷയത്തിൽ പ്രതിപക്ഷം ഒന്നിക്കുന്നതാണ് BJPയെ പ്രകോപിപ്പിക്കുന്നത് എന്നതാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയിരിക്കുന്നതും. പ്രതിപക്ഷത്തെ വിവിധ കക്ഷികളുടെ നേതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെ EDയും മറ്റും കേന്ദ്ര അന്വേഷണ ഏജൻസികളും നടപടിയെടുത്തപ്പോൾ തന്നെ ഭിന്ന നിലപാടുകളാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിരുന്നതെന്നും എന്നാൽ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരായ ED നടപടിക്കെതിരെ BJP ഇതര കക്ഷികൾ ഭിന്നത വെടിഞ്ഞുകൊണ്ട് പ്രതിരോധം തീർക്കുമെന്ന സൂചനയാണ് DMK-യും CPM-ഉം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. CPM കോൺഗ്രസിനെ പിന്തുണയ്ക്കുമോ എന്നുള്ള മട്ടിലാണ് ഈ വിഷയത്തെ പലരും അവതരിപ്പിച്ചിരിക്കുന്നതെന്നതും MA ബേബി വ്യക്തമാക്കുകയാണ്. തങ്ങൾക്ക് വഴങ്ങാത്ത പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് BJP തുടർച്ചയായി തന്നെ കടന്നാക്രമണങ്ങൾ നടത്തുകയാണ്. അതിനെതിരെ മൊത്തത്തിൽ എതിർക്കുകയും അപലപിക്കുകയും ചെയ്യുന്ന സമീപനമാണ് CPM-നുള്ളതെന്നും എന്നാൽ CPM-ന്റെ നേതാക്കളെ രാഷ്ട്രീയമായി വേട്ടയാടുമ്പോൾ ചിലർ BJPക്കൊപ്പം നിൽക്കുകയാണ് എന്നും അങ്ങനെ ഒരു ഇരട്ടത്താപ്പ് CPM-ന് ഇല്ല എന്ന് തിരിച്ചറിയണമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. വർഗീയതകൾക്കെതിരെ മതനിരപേക്ഷ കക്ഷികളെ ഒന്നിപ്പിച്ചുകൊണ്ടുള്ള തമിഴ്നാട്ടിലെ മുന്നണി രാജ്യത്തിന് മാതൃകയാണ് എന്നും MA ബേബി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ MK സ്റ്റാലിനുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് CPM നേതാവ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നതും. അതേസമയം കോൺഗ്രസ് പാർട്ടിയുടെ അഴിമതിക്ക് കൂട്ടുനിൽക്കാൻ CPM-ഉം DMK-യും ഒപ്പം തന്നെ ഉണ്ട് എന്ന സൂചന കൂടിയാണ് ഈ ഒരു പക്ഷം ചേരൽ പക്ഷം പിടിച്ചുള്ള സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.